ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ ദേവയാനയോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. വല്യമ്മേ, അനാമികയുടെ നടപ്പ് ശരിയാണോ? അവളുടെ പോക്ക് എങ്ങോട്ടാ? അതൊക്കെ നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അത് കേട്ടതും എൻ്റെ മോനെ അനി, ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇപ്പോൾ നമുക്ക് അനാമികയുടെ പ്രശ്നമല്ല വലുത്. ആദർശിന് എന്താ പറ്റിയെന്നാണ് ചിന്തിക്കേണ്ടത്. ആദർശിൻ്റെ പ്രശ്നത്തിനിടയിലേക്ക് നീ അനാമികയെ വലിച്ചഴക്കല്ലേ? വലിയമ്മ ഇപ്പം പറയുന്നത് നീ ഒന്ന് ചിന്തിച്ച് നോക്ക്. നിൻ്റെ ഭാര്യയാണ് അനാമിക. അപ്പോൾ അവളുടെ പോക്കും വരവൊക്കെ നീയാണ് ശ്രദ്ധിക്കേണ്ടത്. അവളെ നിലയ്ക്ക് നിർത്തേണ്ടതും അവൾ പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതും നിൻ്റെ കടമയാണ്. ആ കാര്യം പറഞ്ഞ് നീ ഇനി ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലരുത്. നീയാണ് അവളെ നിലയ്ക്ക് നിർത്തേണ്ടത്, മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക. ഇതൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി. അപ്പം നമ്മുടെ അനിക്ക് ഭയങ്കര സങ്കടമായി. ഈശ്വര, വലിയമ്മയ്ക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സങ്കടം ഞാൻ ആരോട് പറയും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്ന ആദർശിനെയാണ്. വീണ്ടും ഉച്ചയ്ക്ക് ചോറിൽ തന്നെ പരതിക്കൊണ്ടിരിക്കുക. ഭാര്യക്ക് ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എന്താ ആദർശേട്ടാ ഇത്? രാവിലെ അമ്മ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്നത്, എന്നിട്ടും ആദർശേട്ടൻ അത് കഴിച്ചില്ല. പിന്നെ ഉച്ചക്കത്തേക്കും ഭക്ഷണത്തിന് രുചിക്കും ഒന്നും ഒരു കുറവുമില്ല, എന്നിട്ടും ആദർശേട്ടൻ അത് കഴിക്കാൻ കഴിയില്ല. എന്താ ആദർശേട്ടാ ഇങ്ങനെ കഴിക്കാതിരുന്ന എന്ത് ചെയ്യും? എൻ്റെ നയനെ, എനിക്ക് നല്ല വിശപ്പ് തോന്നുന്നില്ല. അതെന്താ വിശക്കാത്തേ? അങ്ങനെ വിശക്കാതിരുന്നാൽ അത് വേറെ എന്തെങ്കിലും അസുഖമായിട്ട് മാറും. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ BP കുറയും, പിന്നെ തലകറക്കം ഉണ്ടാവും. എനിക്കിപ്പോൾ BP കുറയില്ല നയനെ, കൂടുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. അതെന്തിനാ ആദർശേട്ടന് BP കൂടുന്നത്? എന്താ പ്രശ്നം? എന്താണെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എല്ലാവരും മാറി മാറി ചോദിക്കുന്നില്ലേ? എന്നിട്ടും ആദർശേട്ടന് അത് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ ആദർശേട്ടാ, ഒരു വാക്ക് എന്താണെന്ന് പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റൂ. നയനെ, നീ ഇങ്ങനെ എന്നോട് ചോദ്യം ചെയ്യുന്നതാ എനിക്ക് BP കൂടുന്നത്. എന്നോടൊന്ന് ചോദിക്കാതിരിക്കേ എൻ്റെ ആദർശേട്ടാ. ആദർശേട്ടൻ്റെ മനസ്സിലുള്ളത് എന്താണെങ്കിലും അത് തുറന്നു പറഞ്ഞാൽ ആദർശേട്ടൻ്റെ മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോകൂ. അല്ലാതെ ആദർശേട്ടൻ ഇതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ശ്വാസം മുട്ടി നടന്ന എങ്ങനെ ശരിയാവും? അതെ, പറയണം, നിന്നോട് എനിക്കെല്ലാം പറയണം. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ നയനെ, നീ അമ്മയുമായിട്ട് വേണ്ടിയെന്നും പറഞ്ഞ് ഞാൻ പിണങ്ങി നടന്നതിൽ എനിക്കത് വലിയ സീരിയസ് ആയിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്നറിയാമോ? നീ അമ്മയായിട്ട് മിണ്ടിയപ്പോൾ, അമ്മ നിന്നെ സ്നേഹിച്ചപ്പോൾ അത് നീ എന്നോട് തുറന്നു പറഞ്ഞാലും ഞാൻ അതിൽ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല, സന്തോഷിക്കുക വേണ്ടത്. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യം കേട്ടാൽ ചിലപ്പോൾ നീ എന്നിൽ നിന്നും എന്നേക്കുമായിട്ട് അകന്നു പോവും. ആ ഒരു പേടി എനിക്കുണ്ട് നയനെ. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എൻ്റെ ആദർശേട്ടൻ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ ഉടനെ ഞാൻ ആദർശേട്ടനിൽ നിന്നും അകന്നു പോകുന്നതാണ് ആദർശേട്ടൻ കരുതിയത്? ഒരിക്കലുമില്ല. ആദർശേട്ടൻ എന്താണെന്ന് പറഞ്ഞാലല്ലേ എനിക്കറിയൂ. എന്നാൽ കഴിയുന്ന സഹായം എനിക്ക് ആദർശേട്ടന് വേണ്ടി ചെയ്തു തരാൻ പറ്റൂ. പറ ആദർശേട്ടാ, എന്താ? ശരി, ഞാൻ എല്ലാം പറയാം. ഇപ്പം നീ എന്നെ ഒന്ന് തനിച്ചു വിട്, എനിക്കിത്തിരി സമാധാനം വേണം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വെളിയിലേക്ക് എഴുന്നേറ്റ് പോവുക. ഈ സമയമാണെങ്കിൽ നയനയും പിന്നാലെ പോയി. അപ്പോൾ ആദർശേട്ടാ, ഇങ്ങനെ ഒന്നും പറയാതെ പോയാൽ എനിക്കെങ്ങനെ അറിയാൻ പറ്റും ആദർശേട്ടൻ എങ്ങോട്ടാണ് പോയെന്ന്? എൻ്റെ നയനെ, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ പിന്നാലെ വന്നിങ്ങനെ ശല്യം ചെയ്യാതിരിക്കേ, എന്നെ ഒന്ന് ഫ്രീ ആയിട്ട് വിട് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കാറിൻ്റെ ഡോറ് തുറക്കുമ്പോഴേക്കും പെട്ടെന്ന് തളർന്നു പോകുന്നത് പോലെ വീഴാൻ പോവുക. അപ്പോഴേക്കും നയന, അയ്യോ ആദർശേട്ടാ, എന്താ പറ്റിയേ ആദർശേട്ടാ? ഒന്നുമില്ല, പെട്ടെന്ന് BP കൂടിയതാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് അത് കേട്ടതും ഡ്രൈവർ ഓടി വരിക. സാർ, എന്താ സാർ, എന്താ പറ്റി ചേട്ടാ? വണ്ടി എടുക്കും, വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ആദർശേട്ടനാണ് തീരുമാനിക്കുന്നത്. ചേട്ടൻ വണ്ടി ഹോസ്പിറ്റലിലേക്ക് വിട് എന്നും പറഞ്ഞുകൊണ്ട് നയന ആശുപത്രിയിലേക്ക് പോവുക. ഈ സമയം, വേണ്ട നയന, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആദർശേട്ടാ, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ല. ആദർശേട്ടന് എന്താ സംഭവിച്ചെന്നറിയാതെ എനിക്കൊരു സമാധാനം ഇല്ല എന്നും പറഞ്ഞ് ആദർശിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആദർശ് എഴുന്നേറ്റ് പോകാനിരിക്കുമ്പോൾ, ഇത് എങ്ങോട്ടായി പോകുന്നേ? എന്താ പറ്റിയെന്ന് വല്ല ഓർമ്മയുണ്ടോ? അല്ല, മനസ്സിനകത്ത് വല്ല ടെൻഷനുണ്ടോ? ECGയിൽ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ പ്രശ്നം? എന്തെങ്കിലും ടെൻഷൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കുവാണോ? അതിൻ്റെയാണോ ഈ BP കൂടുതൽ? അതെ ഡോക്ടറെ, എൻ്റെ മനസ്സിൽ വലിയൊരു ടെൻഷനുണ്ട്. പക്ഷേ അത് അത്ര വലിയ സീരിയസ് ഒന്നും അല്ല. എന്നാലും
എനിക്കത് വലിയൊരു ചെറിയൊരു ടെൻഷൻ തന്നെയാണ് അത് കേട്ടത്. അതെന്താണെങ്കിലും വിശ്വാസമുള്ളവരോട് തുറന്നു പറ, എന്നാലല്ലേ മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോകൂ. അല്ലാതെ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് നാളെ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് തുറന്നു പറയേണ്ട ആരോടെങ്കിലും പറഞ്ഞൂടെ? എനിക്കതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. ഡോക്ടറെ, പറയാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് സൈക്കാട്രിസ്റ്റ് വരുന്നുണ്ട്, അദ്ദേഹത്തെ കാണുന്നോ? ഏയ്, അങ്ങനെ എനിക്ക് മനോരോഗമൊന്നുമില്ല, പിന്നെ എന്തിനാ ഞാൻ അദ്ദേഹത്തെ കാണുന്നേ? ശരി തന്നെയാണ്, അല്ലെങ്കിലും അതുള്ള ഒരു ദിവസം ഇവിടെ കിടക്കുന്നോ? ഏയ് വേണ്ട ഡോക്ടറെ, ഞാൻ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാം. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞാലേ മനസ്സിലെ ഭാരം ഇറങ്ങിപ്പോകൂ. ശരി ഡോക്ടറെ, ഞാൻ തുറന്നു പറഞ്ഞോളാം ആരോടാണെങ്കിലും എന്നൊക്കെ പറയുക. പിന്നെ നയനെ, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഉടനെ അറിയിക്കണം. BP കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അറിയാലോ. പ്രശ്നങ്ങൾ ഒരുപാടാണ് കേട്ടോ. പിന്നെ അത് വേറെ അസുഖത്തിലേക്ക് ചെന്നെത്തിക്കും. ശരി ഡോക്ടറെ, എന്ത് ചെയ്യാനാ? എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആദർശനോട് നയന ചോദിക്കുക, ആദർശട്ട് എന്താണെങ്കിലും തുറന്ന് പറ, ഇപ്പം എനിക്ക് നിന്നോട് പറയാൻ സൗകര്യമില്ല, ഞാൻ പിന്നെ പറയാം. എൻ്റെ ആദർശേട്ടാ, ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആദർശേട്ടൻ എന്നോട് തുറന്ന് പറ ആദർശേട്ടാ. ആദർശേട്ടന് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് ഞാൻ പരിഹരിച്ചു തരാം. എനിക്ക് തോന്നുന്നില്ല നയനെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ കേട്ട് കഴിഞ്ഞാൽ നീ എന്നിൽ നിന്നും അകന്നു പോകും. അതാ എൻ്റെ പേടി, അതാ എൻ്റെ ടെൻഷൻ. എൻ്റെ ആദർശേട്ടാ, അങ്ങനെ അകന്നു പോകുന്നവളാണോ ഞാൻ? അങ്ങനെ അകന്നു പോകണമെന്നായിരുന്നെങ്കിൽ എപ്പോഴും ഞാൻ അകന്നു പോയാന്നെ. എന്തോരം ആദർശേട്ടൻ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആദർശേട്ടൻ്റെ അമ്മയും കൂടെ ചേർന്ന് എന്നെ വേദനിപ്പിച്ചിട്ടില്ലേ ഒരുപാട്? അപ്പോഴൊക്കെ ഞാൻ പിടിച്ചു നിന്നിട്ടില്ലേ? അങ്ങനെയുള്ളപ്പോൾ ഏത് പ്രതിസന്ധികൾ നേരിടാനും ഞാൻ തയ്യാറാണ്. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകാനും ഞാൻ തയ്യാറാണ് ആദർശേട്ടാ. ആദർശേട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ, ഞാൻ അതിൽ പരിഹാരം കാണാം. ശരി നയനെ, നീ എനിക്ക് കുറച്ചുകൂടെ സമയം താ. ഇപ്പം നീ എനിക്ക് BP കൂട്ടല്ലേ, ഞാൻ നിന്നോടെല്ലാം തുറന്ന് പറയാം. പക്ഷെ ഇപ്പോഴല്ല, അത് പറയുമെന്ന് പറഞ്ഞ് നീ എന്നോട് ചോദിക്കരുത്. ഞാൻ പിന്നെ പറയും, ഉറപ്പായിട്ടും പറയും. ശരി ആദർശേട്ടാ, എല്ലാ ആദർശേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ആദർശം കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് അവിടെ വന്നിരിക്കുക. അപ്പോഴേക്കും മെസ്സേജ് ആണെങ്കിൽ തുരുതുരാന്ന് വരിക. അപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന കൂടെ ട്രെയിനിങ്ങിലുള്ള പെൺകുട്ടി ചോദിക്കുക, അല്ല മെസ്സേജ് ഒരുപാട് വരുന്നുണ്ടല്ലോ, 30 മിസ് കോളുണ്ട്. 30 മിസ് കോളോ? എന്നിട്ടാണോ നീ അവനെ തിരിച്ചു വിളിക്കാത്തത്? ഏയ്, ഞാൻ തിരിച്ചു വിളിക്കാതിരിക്കുന്നതാടി നല്ലത്. ഞാൻ അവനായിട്ട് അടുത്ത ശരിയാവില്ല, അകന്നു പോകുന്നത് തന്നെയാണ് നല്ലത്. എൻ്റെ നന്ദു, നീ എന്താ അവനെയൊന്നും മനസ്സിലാക്കാത്തെ? പാവം അവൻ. സുന്ദരിയായ ഒരു ഭാര്യ കൂടെ ഉണ്ടായിട്ടും അവളെ സ്നേഹിക്കാതെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിഷയം അവനിൽ വെറുപ്പിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കല്യാണത്തിന് മുമ്പ് സ്നേഹിച്ചത് അവൻ നിന്നെ. കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹിച്ചാണെങ്കിൽ കൂടെ പറയായിരുന്നു, അനിയെന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അത്ര നല്ലവനാ. എന്നിട്ടും അവൻ അനാമികയെ വെറുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അനാമികയുടെ കുറ്റം തന്നെ ആയിരിക്കും. അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. അങ്ങനെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗ്യ. എന്നാലും അവൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, എനിക്ക് അവനെ സ്നേഹിച്ച് അവനോടൊപ്പം മുന്നോട്ട് പോകാൻ പറ്റുമോ? അറിയാം, പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ അവനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അവൻ നിന്നെ സ്നേഹിച്ച് പിന്നാലെ വരുന്നത് നിൻ്റെ ഭാഗ്യമാണ്. ഒരു കാര്യം ഞാൻ പറയാം, അനാമിക എന്ന് പറയുന്നവൾ എങ്ങനെയുള്ളവളാണെന്ന് നീ എന്നോട് പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ അവളെ സ്നേഹിക്കാൻ ഒരിക്കലും അവന് കഴിയില്ല. അവള് ഭയങ്കര ഒരു ദുഷ്ടയായ പെണ്ണായിരിക്കാം, ചിലപ്പോൾ ചീത്ത സ്വഭാവമുള്ള പെണ്ണായിരിക്കാം. ഏതൊരാളും എന്തും സഹിക്കും. എന്നാൽ മറ്റൊരുത്തിനോടൊപ്പം കറങ്ങി നടക്കുന്നത് ആർക്കും സഹിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് പെണ്ണിൻ്റെ കാര്യം. പെണ്ണുങ്ങളും എന്ത് വേണേലും സഹിക്കും. ഒരു ഭർത്താവ് അവളെ എത്രത്തോളം ദ്രോഹിക്കുന്നോ അതൊക്കെ സഹിക്കും. എന്നാൽ മറ്റൊരു സ്ത്രീയെ നോക്കിയെന്ന് അവളെങ്ങാനും അറിഞ്ഞാൽ പിന്നെ അവൻ എന്നേക്കുമായിട്ട് അവളുടെ മനസ്സിൽ നിന്നും പോകും. അതുപോലെ തന്നെയായിരിക്കും അനാമികയും. ഏയ്, ഇതങ്ങനെയൊന്നുമല്ല. അങ്ങനെ അനാമികയെ സ്നേഹിക്കാതിരിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. നീ ഒന്ന് അവനെ തിരിച്ചു വിളിക്ക്. പാവം, 30 മിസ് കോള് നിന്നെ അത്രത്തോളം വിളിച്ചിട്ടും നീ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ വല്ലാത്ത ടെൻഷനാവും. അതുകൊണ്ട് വിളിക്കുന്നതു എന്നും പറഞ്ഞ് ടെൻഷൻ അടിപ്പിച്ച് വിളിപ്പിക്കുക. ഈ സമയമാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നമ്മുടെ നന്ദു വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് അനാമിക അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, അനിയില്ല. അപ്പം അനാമിക ഫോൺ കണ്ടു. നന്ദു ഫോൺ എടുത്തിട്ട്, എന്താടി നിനക്ക് വേണ്ടത്? ട്രെയിനിങ് ക്യാമ്പിൽ ഇരുന്നിട്ടും നിനക്കൊരു സമാധാനം ഇല്ലേ? അനിയെ വിളിക്കാതെ. അത് പിന്നെ അനി ചത്തു, വെച്ചിട്ട് പോടി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക. ഈ സമയം എന്താടി, എന്തു പറ്റി? ഫോൺ എടുത്തത് അവളാ, അനാമിക. ആ പിശാചിന് ഫോൺ എടുക്കാൻ കണ്ട നേരം, ഇത്രയും നേരം നിന്നെ വിളിച്ചിട്ട് അവൻ ഫോൺ വെച്ചിട്ട് എവിടേക്കാണ് പോയത്? അതൊന്നും എനിക്കറിയില്ല. നീ കാരണം ഇപ്പം ഞാൻ എൻ്റെ കുടുംബക്കാരുടെ മുൻപിലാകെ തല താഴ്ത്തി നിൽക്കേണ്ടി വരും. വിളിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ട് വീണ്ടും വിളിച്ചത് ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുന്നു. എൻ്റെ നന്ദു,
ഇങ്ങനെ ഏതു നേരം ഫാമിലിയെക്കുറിച്ച് ചിന്തിക്കല്ലേ, നിന്നെ സ്നേഹിക്കുന്നവനെ കുറിച്ച് കൂടെ നീ ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരത്തി അങ്ങോട്ട് നിൽക്കുക. നിന്നെപ്പോലെ നാട്ടിലും കുറേ എണ്ണമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടും അവൻ്റെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ നിന്നെയും. ദേ എന്ത് നല്ല കാര്യത്തിനും ഞങ്ങൾ മുന്നിലുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെ കൂട്ടുകാരിങ്ങനെ വാക്ക് കൊടുത്തിട്ട് അങ്ങ് പോവുക. ഇനി അനാമിക വീട്ടിൽ എന്തൊക്കെ പുകിലായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക ഇങ്ങനെ അമ്മ അങ്ങോട്ട്, അതായത് ജാനകി അങ്ങോട്ട് പോകുമ്പോൾ, എന്താ മോളെ, ഞാൻ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്നു എന്നും പറഞ്ഞ് അമ്മയുടെ മോൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയല്ലോ. ദേ നോക്കിയേ, ഇപ്പം അവള് ആ നന്ദു, ആ മൊട്ടേച്ചി, അവളിങ്ങോട്ട് ഫോൺ വിളിച്ചു. ആര്? ആ നന്ദനെയോ? അതെ, അവൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് അനി അന്വേഷിക്കുക. അവളെന്തിനാ മോളെ ഇങ്ങോട്ട് വിളിച്ചത്? എനിക്കറിയില്ലമ്മേ. ഞാൻ ഫോൺ എടുത്തപ്പോൾ അവൾ എന്നോട് പറയാം അനിയുടെ കൈ കൊടുക്കാൻ. എന്നോട് ഇത്രയും അധികാരത്തോടെ അനിയുടെ കൈ കൊടുക്കാൻ പറയണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അനി തന്നെയല്ലേ അമ്മേ? എന്നാ അവനിങ്ങ് വരട്ടെ. അപ്പോഴേക്കും അനി വരിക. എടാ എന്തിനാടാ അവളെ നിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്? ആര്? ആ നന്ദു. അവളെ ഞാനൊരു 10-30 പ്രാവശ്യം വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചിട്ട് അവൾ എടുത്തില്ല. മിസ് കോൾ കണ്ടപ്പോൾ തിരിച്ചു വിളിച്ചതായിരിക്കും. അതിനെന്താ ഇത്ര വലിയ തെറ്റ്? എടാ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവളെ വിളിക്കരുതെന്ന്? അതെ, അവൾ എൻ്റെ കൂട്ടുകാരിയാ. ഞാൻ വിളിക്കാതിരിക്കും. അതിനെ തടയേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല, മനസ്സിലായല്ലോ? മോളെവിടെയൊക്കെയോ കറങ്ങി നടന്നെന്നും പറഞ്ഞ് നീ വലിയ അഹങ്കാരത്തോടെ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് വലിയ വിഷയമാക്കിയായിരുന്നല്ലോ. ഇപ്പം എന്താ നിനക്കൊന്നും പറയാനില്ലേ? അത് കേട്ടതും ദേ അവളെ ആദ്യം വിളിച്ചത് ഞാൻ വിളിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു വിളിച്ചത്. ഒരു കാര്യം ഞാൻ പറയാമേ, ഇവളുടെ ഇഷ്ടത്തിന് നടക്കുക. എനിക്കതിനെ ന്യായീകരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഞാൻ ഇവിടെ ഇരുന്നിട്ട് സ്വൈര്യം കിട്ടാത്തതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നത് അത് ഇത്ര വലിയ തെറ്റാണോ അമ്മേ എന്നും ചോദിക്കുകയാണ്. ഒരു തെറ്റുമില്ല മോളെ, മോള് പൊയ്ക്കോ, മോള് പോകണ്ടെന്ന് ഞങ്ങൾ ആരും പറയില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ജാനകി. അത് കേട്ടതും അതെ എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ നിൻ്റെ കല്യാണം കഴിഞ്ഞതിലൂടെ എനിക്ക് ഒരു മോൻ മാത്രമല്ല ഒരു മോളും കൂടിയാണ് ഉള്ളത്. ആണോ? എന്നാൽ പിന്നെ അമ്മയുടെ മോൾ ഇഷ്ടത്തിന് നടക്കട്ടെ. അവൾ ആരുടെ കൂടെ വേണമെങ്കിലും അഴിഞ്ഞെടുത്തെ, എനിക്കതിലൊരു പ്രശ്നവുമില്ല. ഞാനത് ചോദിക്കാൻ ചെല്ലുന്നില്ലല്ലോ. അപ്പം എൻ്റെ കാര്യത്തിലും ആരും ഇടപെടണ്ട, അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക. ഈ സമയം ഇതെന്തൊരു കഷ്ടം മോളെ, എനിക്കറിയില്ലമ്മേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവൻ പെരുമാറുന്നത്. പിന്നെ ഞാൻ എങ്ങനെ അവനെ സ്നേഹിക്കാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന അനിയ, ഈശ്വര ഞാൻ അത്ര വിളിച്ചിട്ടും അവൾ തിരിച്ചു വിളിച്ചില്ല, എന്നിട്ടിപ്പോൾ വിളിച്ചപ്പോൾ എടുത്തതോ ആ പിശാചും എന്നും ആലോചിച്ചുകൊണ്ട് അനി വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ നന്ദുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. ഇനി ഞാൻ എങ്ങനെ അവളെ വിളിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. ദേവയാനി ഇങ്ങനെ ഹാളിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആദർശം നയനെ വരെ. നിങ്ങൾ വന്നോ? എടാ നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ? രാവിലെയും കഴിച്ചില്ല, ഉച്ചയ്ക്കും കഴിച്ചില്ല. എടാ എന്താടാ നിനക്ക് പ്രശ്നം? ആ പാവം പിടിച്ച അനിയോട് നീ എന്തിനാടാ മെക്കിട്ട് കയറിയത്? അവനപ്പോൾ എവിടെ അല്ലെന്നെല്ലാം പറഞ്ഞോ? പിന്നെ അവൻ പറയാതെ ശരി, അനിയോട് മെക്കിട്ട് കയറിയത് എന്താണെന്ന് നീ പറ. അത് പിന്നെ അമ്മേ, അവൻ ആ സമയത്തും അനാമികയുമായിട്ട് പിരിയണമെന്നും പറഞ്ഞ് നടക്കുക. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. ശരി ആയിക്കോട്ടെ. പിന്നെ നയനയോട് എന്തിനാണ് നീ ദേഷ്യപ്പെട്ടത്? നയന ഒരു പാവമായതുകൊണ്ടാണ് എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പോലും അനുവദിക്കില്ലായിരുന്നു, മനസ്സിലായോടാ? ഞാൻ എന്ത് ചെയ്യാനാമേ? എത്ര ചോദിച്ചിട്ടും ആദർശൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. ഇവനെ കൊണ്ടുപോയി നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം മോളെ, ഇല്ലെങ്കിലേ ഇവൻ ഈ പോക്ക് പോവും. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അതിന് ഭ്രാന്തണ്ടെന്ന് നിന്നെ ആരും പറഞ്ഞില്ലല്ലോ. നിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറഞ്ഞാലല്ലേ അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ കുറ്റപ്പെടുത്തുക. ഈ സമയം അനി ഭയങ്കര വിഷമത്തിലാണ്. നീ ചെന്ന് അവനോട് മാപ്പ് പറ. അവനാകെ സങ്കടപ്പെട്ടിരിക്കുക. ആദർശേട്ടനെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുമെന്ന് അവൻ പറഞ്ഞത്. ശരി അമ്മേ, ഞാനൊന്ന് അവനെ ചെന്ന് കാണാം. അങ്ങനെ ആദർശ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. എടാ അനി, ഞാൻ ആകെ വിഷമത്തിലാടാ, അതുകൊണ്ടാണ് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത്. സോറിടാ. സാരമില്ല ആദർശേട്ടാ, എന്നെ വഴക്ക് പറയാനൊക്കെയുള്ള അധികാരം ആദർശേട്ടനുണ്ട്, തല്ലാനും. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ ആകെ ടെൻഷനിലാടാ. എൻ്റെ മനസ്സ് മുഴുവനും ഒരിക്കലും വിട്ടുപോകാത്തൊരു ടെൻഷൻ കയറി കൂടിയിരിക്കുക. അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ BP കൂടി അറ്റാക്ക് വന്ന് ഞാൻ ചിലപ്പോൾ ചാകും. അങ്ങനെ അത്രയ്ക്ക് സീരിയസ് ആടാ. എന്താ ആദർശേട്ടാ, എന്താണല്ലോ ഒന്ന് തുറന്നു പറ. ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് വരുന്നത്. എന്തിന്? ആദർശേട്ടന് എന്താ പറ്റിയേ? എനിക്കറിയില്ലടാ എനിക്ക് എന്താ പറ്റിയെന്ന്. സത്യം പറഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് ടെൻഷനാണ്. മനസ്സിൽ ഒരുപാട് വേദനകളാണ്. ചില സമയത്ത്
ആത്മഹത്യ ചെയ്യാൻ പോലും എനിക്ക് തോന്നുക എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങ് പോവുക. അപ്പോൾ നയന അങ്ങോട്ട് വരിക. അനി, നിൻ്റെ ഏട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. എന്താ പറയുന്നതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടാ. നിന്നോട് പറയാത്ത ഒരു രഹസ്യവും നിൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിലില്ല. പക്ഷേ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാ എനിക്ക് പേടി. എന്താണെങ്കിലും നീ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനേ. നിൻ്റെ ഏട്ടന് ആകെ മൊത്തം ടെൻഷനാണ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പോലും എന്നോടൊന്നും പറയുന്നില്ല. ഏട്ടത്തി, എന്താ ഏട്ടത്തി ഇത്? ഏട്ടന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയുന്നതല്ലേ? അത് തന്നെ എൻ്റെയും ടെൻഷൻ. പറയാതെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും അസുഖത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനാകെ സങ്കടപ്പെടുക. ഈ സമയം ആദർശിനെയാണ് കാണിക്കുന്നത്. അതെ, പറഞ്ഞേ പറ്റൂ. ഇനിയെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. എല്ലാവരോടും തുറന്നു പറയണം എന്നും ആലോചിച്ചുകൊണ്ട് ആദർശിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.